റീഡിംഗ് എന്നൊരു ഹാബിറ്റ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ മാനസിക വികാസത്തിനും അറിവിൻ്റെ വികാസത്തിനും വളരെ ആവശ്യമാണ്. എന്നാൽ റീഡിംഗ് എന്നത് പലർക്കും ബോറിംഗ് ആയ ഉറക്കം വരുന്നൊരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് കോൺസെൻട്രേഷൻ്റെ കുറവും സമയമില്ലായ്മയും കൊണ്ട് കൂടുതലും പേർ റീഡിംഗ് ഹാബിറ്റിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഈ ഹാബിറ്റിൽ നിന്ന് അകന്നു പോകുന്നവർക്ക് റീഡിംഗ് ചെയ്യുവാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്തൊരാൾക്ക് എങ്ങനെയാണ് ഒരു പുസ്തകത്തിനുള്ളിലുള്ള ആശയങ്ങൾ മുഴുവൻ മനസ്സിലാക്കുവാൻ സാധിക്കുക? അതിനും ഒരു വഴിയുണ്ട് കേട്ടോ. 3-4 തരത്തിൽ നമുക്കൊരു പുസ്തകത്തിലെ കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയും. ഒന്നുകിൽ പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം, അല്ലെങ്കിൽ നമ്മൾ പുസ്തകങ്ങളുടെ ഓഡിയോ ബുക്സ് കേൾക്കണം. ഇനി അതുമല്ല, പുസ്തകങ്ങളെ വീഡിയോ രൂപത്തിലാക്കി മാറ്റിയിട്ടുണ്ടെങ്കിലോ? എത്ര എളുപ്പമായി അല്ലേ? ഈ ഒരു സന്തോഷ വാർത്തയാണ് നിങ്ങളോടൊപ്പം പങ്കുവെക്കാനുള്ളത്. നിങ്ങൾക്ക് പുസ്തകം വായിച്ചിരുന്നു കൊണ്ട് ബോറടിക്കുകയും ഉറക്കം വരികയും ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ടോ? എന്നാൽ അതിനുള്ള പരിഹാരം ഇതാ. ഞങ്ങൾ നിങ്ങൾക്കായി ഒരു ഗിഫ്റ്റ് നൽകട്ടെ. പുസ്തകം ഏതാണെന്നോ? ഒരുപാട് പേരുടെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു പുസ്തകമായിരുന്നല്ലോ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകം. ഈ പുസ്തകത്തിന്റെ ഓതറായ റോബർട്ട് കിയോസാക്കിയുടെ 3ാമത്തെ പുസ്തകമാണ് ബിസിനസ് സ്കൂൾ എന്ന പുസ്തകം. സ്വന്തം ഫിനാൻഷ്യൽ നോളജ് ഇംപ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും വായിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ദ ബിസിനസ് സ്കൂൾ എന്ന പുസ്തകം. ഈ ഒരു പുസ്തകത്തിന്റെ 47 മിനിറ്റ് ദൈർഘ്യം വരുന്ന വീഡിയോ ബുക്ക്, അതും 2D അനിമേഷൻ സഹിതം നമ്മളുടെ ടൈം ഫോർ ഗ്രേറ്റ്നസ് എന്ന ആപ്ലിക്കേഷനിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ടൈം ഫോർ ഗ്രേറ്റ്നസിന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇപ്പോൾ ആ പുസ്തകം ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അടുത്ത 72 മണിക്കൂർ നേരത്തേക്കായിരിക്കും ഈ ഒരു വീഡിയോ ബുക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ 72 മണിക്കൂറിന്റെ സമയം കഴിയുന്നതോടുകൂടി ഈ പുസ്തകത്തിന്റെ ഫ്രീ ഓഫർ അവസാനിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ബുക്ക് പെയ്ഡ് വീഡിയോ ബുക്സിന്റെ കാറ്റഗറിയിലേക്ക് മാറുന്നതായിരിക്കും. അതുകൊണ്ട് ഈ 72 മണിക്കൂറിനുള്ളിൽ തന്നെ എത്രയും വേഗം ടൈം ഫോർ ഗ്രേറ്റ്നസ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഈ വീഡിയോ ബുക്ക് നിങ്ങൾ കാണൂ. നിങ്ങളുടെ ഫിനാൻഷ്യൽ നോളജ് വർദ്ധിപ്പിക്കൂ. ഈ ഓഫർ എല്ലാവരും എൻജോയ് ചെയ്യൂ. റഷ്യൻ റവല്യൂഷണറിയായ വ്ളാഡിമിർ ലെനിൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ നിങ്ങളുടെ 5 സുഹൃത്തുക്കളെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ എന്തായിരിക്കുമെന്ന് അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരും എന്നാണ്. ഇതിനർത്ഥം നമ്മുടെ സൗഹൃദം നമ്മുടെ ഫ്യൂച്ചറിനെ ഒരുപാട് അധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നതാണ്. നമ്മൾ ദിവസവും ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു 5 പേരുടെ ആവറേജ് ആയിരിക്കും നമ്മൾ എന്നുള്ളത്. നമ്മുടെ ക്വാളിറ്റീസ് അവരുടെ ക്വാളിറ്റീസുമായിട്ട് ഒരുപാട് അധികം സാമ്യമുള്ളതായിരിക്കും. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇവോൾവ് ആവുന്നത് അവരെ കണ്ടും അവരുടെ ക്വാളിറ്റീസ് നമ്മളിലേക്ക് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടുമായിരിക്കും. ഉദാഹരണത്തിന്, നമ്മൾ കുറേ സുഹൃത്തുക്കളുടെ കൂടെ ഒരു അഡ്വഞ്ചർ ട്രിപ്പിന് പോവുകയാണ്. അവർ ചെയ്യുന്ന പല അഡ്വഞ്ചേഴ്സും നമുക്ക് ചെയ്യാൻ ഭയങ്കര ഭയമാണെങ്കിൽ പോലും, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ഒരു സാധ്യതയും ഇല്ലെങ്കിൽ പോലും, സുഹൃത്തുക്കളുടെ കൂടെ നമുക്ക് എവിടെന്നോ ഇല്ലാത്തൊരു ധൈര്യം നമ്മളിലേക്ക് വരികയും നമ്മൾ അത്തരം അഡ്വഞ്ചേഴ്സൊക്കെ ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് നമുക്ക് ക്ലാസ് എത്ര ബോറിംഗ് ആണെങ്കിലും നമ്മൾ ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കാൻ വേണ്ടി നിർബന്ധിതരാവുകയാണ്. എന്നാൽ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളോട് ക്ലാസ് ബങ്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എവിടെ നിന്നോ ഇല്ലാത്തൊരു ധൈര്യം നമുക്ക് ക്ലാസ് ബങ്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. ഇത്തരത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് അധികം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരിൽ നിന്നും വളരെയധികം യുണീക്കാണെന്നും വ്യത്യസ്തരാണെന്നും ഒക്കെ എത്ര തവണ പറഞ്ഞാൽ പോലും മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ആനിമൽ ആണെന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു സോഷ്യൽ ആനിമൽ എന്ന രീതിയിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഫിറ്റ് ഇൻ ആവാൻ വേണ്ടി ഒരുപാടധികം ശ്രമിക്കുന്നുമുണ്ട്. നമ്മുടെ സൊസൈറ്റി എന്ത് പറയുന്നുവോ അതിനെ ഫോളോ ചെയ്യാനാണ് പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മൾ ഇവല്യൂഷണറിലി നമ്മളതിന് ശീലിച്ചതും അതുപോലെ കണ്ടീഷൻഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മനുഷ്യ സംസ്കാരം ഉണ്ടായ കാലം മുതലേ ആളുകൾ എപ്പോഴും ഒരു ഗ്രൂപ്പിനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അന്നും ഇന്നും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ ചുറ്റിലും പല കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും, ഉദാഹരണത്തിന് നമ്മുടെ തന്നെ ജീവിതത്തിൽ എടുത്തു കഴിഞ്ഞാലും, നമ്മൾ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്യുന്നത് പോലുള്ള പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ചെയ്യുകയും അത് ഫോളോ ചെയ്യുകയും ഒക്കെ ശ്രമിക്കുന്ന ആൾക്കാരാണ്. ഉദാഹരണത്തിന് നമ്മൾ പഠിക്കുന്ന കോഴ്സ്, നമ്മൾ സെലക്ട് ചെയ്ത കോളേജ്, ഇതുപോലെ ഒരുപാട് അധികം കാര്യങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കുന്നതിന് പകരം മറ്റുള്ള ആളുകൾ എന്തൊക്കെ ചെയ്യുന്നു, ഏറ്റവും കൂടുതൽ ആളുകൾ ഏതൊക്കെ കോഴ്സുകളാണ് പഠിക്കുന്നത്, ഏതൊക്കെ കോളേജുകളിലേക്കാണ് പോകുന്നത്, ഇത്തരത്തിലുള്ള സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ അപ്പടി കോപ്പി അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയിലാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന പല തീരുമാനങ്ങളും സംഭവിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ സൗഹൃദങ്ങൾക്ക് ആളുകളിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഇൻഫ്ലുവൻസിനെ പറ്റി കൂടുതൽ പഠനങ്ങൾ നടത്തിയപ്പോൾ കണ്ടെത്താൻ സാധിച്ചത് ഏറ്റവും അധികം ഇൻഫ്ലുവൻസസ് അഥവാ സ്വാധീനങ്ങൾ ഉണ്ടാകുന്നത് വളരെ മോശമായ കാര്യങ്ങളിലാണ് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് സ്മോക്കിംഗ് പോലുള്ള ബാഡ് ഹാബിറ്റ്സ്, ഒബീസിറ്റി അഥവാ അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന ശീലങ്ങൾ, അതുപോലെ ലൈഫ് സ്റ്റൈൽ പോലുള്ള ഒരുപാട് അധികം മോശമായ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയും ഇവയെല്ലാം തന്നെ മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് കണ്ട് പരിചയമായി അവ
ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് അധികം മോശമായിട്ടുള്ള ഹാബിറ്റ്സ് ആണ്. ഏറ്റവും അധികം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയും നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ നെയ്ബേഴ്സും തന്നെയാണ് ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള ഇൻഫ്ലുവൻസസ് നമ്മളിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വീഡിയോ ഗെയിംസ്, അതുപോലെ നമ്മൾ നെറ്റ്ഫ്ലിക്സ് പോലുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിൽ കാണുന്ന സീരീസുകൾ, ഇവയെല്ലാം തന്നെ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ ഫാമിലിയോ നമ്മുടെ നെയ്ബേഴ്സോ ഒക്കെ തന്നെ സജസ്റ്റ് ചെയ്തതാണ്. ഇവയൊന്നും മോശം ശീലമാണ് എന്ന് നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. എങ്കിലും ഇവയെല്ലാം തന്നെ ഒരുപാടധികം അഡിക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുപാടധികം യൂസ്ഫുൾ ആയിട്ടുള്ള സമയം നമ്മൾ ഇത്തരത്തിലുള്ള സീരീസുകൾക്കും അതുപോലെ വീഡിയോ ഗെയിംസിനുമൊക്കെ വേണ്ടി ഒരുപാട് വേസ്റ്റ് ചെയ്യുകയും നമ്മുടെ പ്രോഡക്റ്റിവിറ്റി വളരെയധികം കുറയുകയും ചെയ്യുന്നു. നമുക്ക് പല കാര്യങ്ങളിലും നമ്മുടെ റിയൽ ലൈഫിൽ പോലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത വണ്ണം നമ്മൾ ഗെയിമിങ്ങിലും അതുപോലെ സീരീസിലുമൊക്കെ അഡിക്റ്റഡ് ആയി പോകുന്നു. പല സുഹൃത്തുക്കളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. എങ്കിലും ഇവയിൽ നിന്നും ഒരു വിടുതൽ പലപ്പോഴും ആളുകൾക്ക് പോസിബിൾ ആകുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ തന്നെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ ബന്ധുക്കളുമൊക്കെ സജസ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവർക്കിതിലുള്ള പങ്ക് ഒട്ടും തന്നെ ചെറുതല്ല എന്നതും വ്യക്തമാണ്. ഇതുപോലെ തന്നെ മറ്റൊരു പഠനത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്, കോർപ്പറേറ്റ് ജോലികൾ ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ സ്മോക്കിംഗ് അഡിക്ഷൻ ഉണ്ടാവാനുള്ള കാരണം അവരുടെ കൊലീഗ്സുമായിട്ടുള്ള അവരുടെ പിയർ പ്രഷർ കാരണമാണ്. പലപ്പോഴും കോർപ്പറേറ്റുകളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ബ്രേക്ക് ടൈമിലൊക്കെ കൂടുതലും സ്മോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ സ്മോക്കിംഗ് ശീലമില്ലാത്ത ആളുകളും സ്മോക്കിംഗ് എന്ന ഹാബിറ്റ് പതിയെ ശീലമാക്കി എടുക്കുകയും അതിനോട് അഡിക്റ്റീവായി മാറുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ളൊരു അഡിക്ഷൻ, ആ സൗഹൃദങ്ങൾ ഒരുപക്ഷെ നമുക്ക് നഷ്ടമായാലും അവർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള സ്മോക്കിംഗ് പോലുള്ള ശീലങ്ങൾ നമ്മളെ വിട്ടു പോകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ വേദനയുള്ളൊരു കാര്യം. ഇത്തരത്തിൽ സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും പോലുള്ള ഒരുപാടധികം ഹാബിറ്റ്സ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കൾച്ചറിൻ്റെയും ലൈഫ് സ്റ്റൈലിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് പിക്കപ്പായി വരുന്നതാണ്. എങ്കിലും ആളുകൾ ഇത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ സോഷ്യൽ കൾച്ചർ എന്ന നിലയിൽ ആക്സെപ്റ്റ് ചെയ്യുന്നത് വളരെ അൺഹെൽത്തി ആയിട്ടുള്ളൊരു പ്രവണതയാണ് എന്നുള്ളത് വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ സോഷ്യൽ കൾച്ചർ എന്ന് പറയുമ്പോൾ വെറും സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും പോലുള്ള ബാഡ് ഹാബിറ്റ്സ് മാത്രമല്ല, നമുക്ക് വർക്കൗട്ടും എക്സസൈസും പോലുള്ള നല്ല ഹാബിറ്റ്സും ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സും കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ട് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ നമുക്കുണ്ടെങ്കിൽ, ഡയറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ നമുക്കുണ്ടെങ്കിൽ അവരുടെ കൂടെ നമ്മൾ ഹാങ് ഔട്ട് ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്നും നമ്മൾ ഫിറ്റ്നസ്സിനെ പറ്റിയും ഹെൽത്തിനെ പറ്റിയും ഒക്കെ ഒരുപാടധികം കാര്യങ്ങൾ പഠിക്കുന്നു. അവരുടെ കൂടെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ജിമ്മിലേക്ക് പോയി തുടങ്ങുന്നു. ഇത്തരത്തിൽ നമ്മളും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലും സോഷ്യൽ കൾച്ചറും ഒക്കെ അഡാപ്റ്റ് ചെയ്ത് തുടങ്ങുന്നു. ഇത്തരത്തിലുള്ള സൗഹൃദങ്ങളും ഇൻഫ്ലുവൻസസും തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. അവയെല്ലാം കാരണം നമ്മുടെ ലൈഫും ഒരുപാടധികം നല്ല മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവരാൻ നമുക്കും സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നല്ല മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ സഹായകമായിട്ടുള്ള സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. വളരെ പോസിറ്റീവ് തിങ്കിങ് ആയിട്ടുള്ള ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകളുമായിട്ട് സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലും ഒരുപാടധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു അസറ്റ് ആണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ സുഹൃത്തുക്കളുടെ ഹാബിറ്റ്സും അവരുടെ ബിഹേവിയറൽ പാറ്റേൺസും ഒക്കെ തന്നെ വഴിയിൽ നമ്മുടെ ലൈഫിനെയും നമ്മുടെ ഗ്രോത്തിനെയും നമ്മുടെ സക്സസ്സിനെയും ഒക്കെ ഒരുപാടധികം ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന കാര്യവും മനസ്സിലാക്കുക. നമ്മുടെ സൗഹൃദങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം കോൺഷ്യസ് ആയി തന്നെ നമ്മുടെ സൗഹൃദങ്ങളെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.